ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും അമരക്കാരൻ, ട്വിറ്ററിന്റെ ഉടമ, ഇങ്ങനെ പല വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ഈ സിംഹാസനത്തിലേക്കുള്ള വഴി പൂക്കൾ വിരിച്ചതായിരുന്നില്ല. അത് അപമാനങ്ങളുടെയും പരാജയങ്ങളുടെയും കണ്ണീരിന്റെയും വഴിയിലൂടെയായിരുന്നു. പ്രിറ്റോറിയയിലെ ഒരു ഏകാന്തനായ ബാലനിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള വഴികാട്ടിയിലേക്കുള്ള ആ യാത്ര നമുക്ക് കണ്ടുനോക്കാം. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിൽ ഇലോൺ ജനിക്കുന്നു. പുറമേ നോക്കുമ്പോൾ സമ്പന്നമായ കുടുംബം. അച്ഛൻ എറോൾ മസ്ക്, അമ്മ മായ മസ്ക്. എന്നാൽ ആ വീട്ടിനുള്ളിൽ ഇലോൺ സന്തോഷവാനായിരുന്നില്ല. അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. കൂട്ടുകാരുമായി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇലോൺ കണ്ടെത്തിയത് മറ്റൊരു ലോകമാണ്, പുസ്തകങ്ങളുടെ ലോകം. ദിവസവും 10-12 മണിക്കൂർ ആ കുട്ടി വായിക്കുമായിരുന്നു. എന്തിന്? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക് എന്ന ബൃഹത്തായ പുസ്തകശേഖരം മുഴുവൻ ആ കുട്ടി കാണാതെ പഠിച്ചു. പക്ഷേ സ്കൂൾ അവനൊരു നരകമായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മെലിഞ്ഞ ഇലോൺ സ്കൂളിലെ ഗുണ്ടകളുടെ സ്ഥിരം ഇരയായിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടം കുട്ടികൾ അവനെ പടിക്കെട്ടിൽ നിന്ന് തള്ളിയിട്ടു. ബോധം കെട്ട് വീണ ഇലോണിനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. ആശുപത്രി കിടക്കയിൽ മുഖം മുഴുവൻ ബാൻഡേജുമായി കിടക്കുമ്പോൾ ആ കുട്ടി ഒരു കാര്യം ഉറപ്പിച്ചു: ഈ ലോകത്ത് അതിജീവിക്കണമെങ്കിൽ നമ്മൾ ശക്തരാകണം. അവിടെയാണ് ഇലോൺ ടെക്നോളജിയെ കൂട്ടുപിടിക്കുന്നത്. വെറും 10-ാം വയസ്സിൽ കമ്പ്യൂട്ടർ കിട്ടുന്നു. 12-ാം വയസ്സിൽ സ്വന്തമായി കോഡിംഗ് പഠിച്ച് ബ്ലാസ്റ്റാർ എന്നൊരു ഗെയിം ഉണ്ടാക്കി അത് $500 വിറ്റു. ഒരു ബിസിനസ്സുകാരന്റെ ആദ്യത്തെ വിത്തുപാകൽ അവിടെയായിരുന്നു. 17 വയസ്സ്. ദക്ഷിണാഫ്രിക്കയിലെ നിർബന്ധിത സൈനിക സേവനം ഭയന്നും അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ സഹിക്കാനാവാതെയും ഇലോൺ വീട് വിട്ടിറങ്ങി. ലക്ഷ്യം അമേരിക്കയായിരുന്നു. പക്ഷേ ആദ്യമെത്തിയത് കാനഡയിൽ. കയ്യിൽ പണമില്ല. ബന്ധുക്കളുടെ ഫാമിൽ പണിതു. മരമില്ലിലെ ബോയിലർ റൂമിൽ ചെളിവാരിക്കളയുന്ന ജോലി ചെയ്തു. വെറും $1 കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കിയ ദിനങ്ങൾ. വിശപ്പിന്റെ രുചി ഇലോൺ നന്നായി അറിഞ്ഞിരുന്നു. അവിടെ നിന്ന് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫിസിക്സും ഇക്കണോമിക്സും പഠിച്ചു. പിന്നീട് സ്റ്റാൻഫോർഡിൽ PhDക്ക് ചേർന്നെങ്കിലും ഇന്റർനെറ്റ് എന്ന അത്ഭുതം വരുന്നത് കണ്ട് വെറും 2 ദിവസം കൊണ്ട് പഠനം ഉപേക്ഷിച്ചു. എനിക്ക് ചരിത്രം പഠിക്കുകയല്ല വേണ്ടത്, ചരിത്രം സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സഹോദരൻ കിംബലിനൊപ്പം ZIP2 എന്ന കമ്പനി തുടങ്ങി. ഓഫീസ് വാടകയ്ക്ക് എടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ആ ചെറിയ മുറിയിൽ തന്നെയായിരുന്നു ഇലോൺ ഉറങ്ങിയിരുന്നത്. കുളിക്കാൻ അടുത്തുള്ള YMCAയിൽ പോകും. പകൽ മുഴുവൻ ബിസിനസ് സംസാരിക്കും, രാത്രി മുഴുവൻ കോഡിംഗ് ചെയ്യും. ആ കഷ്ടപ്പാടിന് ഫലമുണ്ടായി. 1999 കോംപാക് കമ്പനി ZIP2 ഏറ്റെടുത്തു. 27-ാം വയസ്സിൽ ഇലോണിന്റെ കയ്യിൽ വന്നത് $22 മില്യൺ. സാധാരണ ഒരാളാണെങ്കിൽ ആ പണം കൊണ്ട് ജീവിതം ആഘോഷിക്കുമായിരുന്നു. പക്ഷേ ഇലോൺ ചെയ്തത് മറ്റൊന്നാണ്. ആ പണം മുഴുവൻ അടുത്ത കമ്പനിയിൽ മുടക്കി. പിന്നീട് പേപാലായി മാറിയ X.com. പണമിടപാടുകളെ ഇന്റർനെറ്റിലൂടെ ലളിതമാക്കിയ വിപ്ലവം. പക്ഷേ അവിടെയും വിധി വില്ലനായി. ഇലോൺ തന്റെ ആദ്യ ഭാര്യ ജസ്റ്റിനുമായി ഹണിമൂണിന് പോയ സമയത്ത് കമ്പനിയിലെ ബോർഡ് മെമ്പർമാർ ചേർന്ന് അദ്ദേഹത്തെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ പേപാൽ പിന്നീട് eBay വാങ്ങിയപ്പോൾ ഇലോണിന് ലഭിച്ചത് $165 മില്യൺ, ഏകദേശം 1200 കോടി രൂപയാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. 1200 കോടി രൂപ കയ്യിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ദ്വീപ് വാങ്ങി ജീവിക്കാമായിരുന്നു. പക്ഷേ ഇലോൺ തിരഞ്ഞെടുത്തത് 3 കാര്യങ്ങളാണ്: ഇന്റർനെറ്റ്, ക്ലീൻ എനർജി, ബഹിരാകാശം. റഷ്യയിൽ പോയി റോക്കറ്റ് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു വിട്ടു. തിരികെ വരുന്ന വിമാനത്തിൽ വെച്ച് അദ്ദേഹം തീരുമാനിച്ചു, റോക്കറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കും. പുസ്തകങ്ങൾ വായിച്ച് റോക്കറ്റ് സയൻസ് പഠിച്ച ആ മനുഷ്യൻ സ്പേസ് എക്സ് സ്ഥാപിച്ചു. ഒപ്പം ഇലക്ട്രിക് കാറുകൾ കളിപ്പാട്ടങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന ലോകത്തേക്ക് ടെസ്ലയുമായി കടന്നുവന്നു. 2008 ഇലോണിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട വർഷമായിരുന്നു. ചെയ്തതെല്ലാം പിഴച്ച വർഷം. സ്പേസ് എക്സ് വിക്ഷേപിച്ച ആദ്യത്തെ 3 റോക്കറ്റുകളും ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചത് റോക്കറ്റുകൾ മാത്രമല്ല, ഇലോണിന്റെ സമ്പാദ്യം കൂടിയായിരുന്നു. അതേസമയം ടെസ്ലയിലാണെങ്കിൽ വണ്ടികൾ ഇറക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി. ഇതിനിടയിൽ വ്യക്തിജീവിതത്തിൽ വിവാഹമോചനം. മാധ്യമങ്ങൾ അദ്ദേഹത്തെ തോറ്റ ബിസിനസ്സുകാരൻ എന്ന് വിളിച്ചു. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു. കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയാണ് അദ്ദേഹം വാടക പോലും നൽകിയിരുന്നത്. അവസാനത്തെ ഒരു അവസരം. കയ്യിലുള്ളതെല്ലാം പെറുക്കിക്കൂട്ടി 4ാമതൊരു റോക്കറ്റ് വിക്ഷേപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് പരാജയപ്പെട്ടാൽ സ്പേസ് എക്സും ടെസ്ലയും എന്നേക്കുമായി പൂട്ടും. ഇലോൺ മസ്ക് എന്ന പേര് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടും. ദിവസം 2008 സെപ്റ്റംബർ 28. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. ഫാൽക്കൺ 1 കുതിച്ചുയർന്നു.
ഇത്തവണ അത് പൊട്ടിത്തെറിച്ചില്ല. അത് കൃത്യമായി ഭ്രമണപഥത്തിലെത്തി. വിജയിച്ചു. തൊട്ടു പിന്നാലെ നാസയുടെ $1.5 ബില്യൺ കോൺട്രാക്ട് ഇലോണിനെ തേടിയെത്തി. അതൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ടെസ്ല മോഡൽ എസ് ഇറക്കി ലോകത്തെ ഞെട്ടിച്ചു. ഇലക്ട്രിക് കാറുകൾക്കും വേഗതയും സൗന്ദര്യവും ഉണ്ടാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അവിടുന്നങ്ങോട്ട് ഇലോണിന്റെ ജൈത്രയാത്രയായിരുന്നു. വിട്ട റോക്കറ്റുകൾ തിരികെ ഭൂമിയിൽ കുത്തനെ ലാൻഡ് ചെയ്യിച്ച് അദ്ദേഹം ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി അദ്ദേഹം വളർന്നു. ഇന്ന് അദ്ദേഹം വെറുമൊരു ബിസിനസ്സുകാരനല്ല. ട്വിറ്റർ, ഇപ്പോൾ എക്സ്, ഏറ്റെടുത്ത് ആശയവിനിമയ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ന്യൂറലിങ്ക് വഴി മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റാർഷിപ്പ് എന്ന ഭീമൻ റോക്കറ്റിലൂടെ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാൻ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നു. രാഷ്ട്രീയത്തിലും ഭരണകാര്യങ്ങളിലും വരെ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്തിനിൽക്കുന്നു. പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്, അഹങ്കാരി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വിമർശകർക്കുള്ള മറുപടി അദ്ദേഹം തന്റെ പ്രവൃത്തികളിലൂടെയാണ് നൽകുന്നത്. തന്റെ ഓഫീസ് മുറിയിൽ, ഫാക്ടറിയിലെ നിലത്ത് തലയിണ പോലും ഇല്ലാതെ ഉറങ്ങുന്ന കോടീശ്വരനെ നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? അതാണ് ഇലോൺ മസ്ക്. പരാജയം ഒരു ഓപ്ഷനാണ്, പക്ഷേ ശ്രമിക്കാതിരിക്കുന്നത് ഒരു ഓപ്ഷനല്ല എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിറ്റോറിയയിൽ അടിവാങ്ങിക്കറിഞ്ഞ ആ കുട്ടിയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ അതിരുകൾ തേടിപ്പോകുന്ന ഇതിഹാസത്തിലേക്കുള്ള ദൂരം, അത് കഠിനാധ്വാനത്തിന്റെ മാത്രം ദൂരമാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്കും അതിരുകളില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇലോൺ മസ്കിന്റെ കഥ ഇവിടെ തുടരുകയാണ്. ചൊവ്വയിൽ മനുഷ്യൻ കാലുകുത്തുന്ന ആ ദിവസത്തിനായി നമുക്കും കാത്തിരിക്കാം.